ഹലോ ഗെയ്സ്, എൻ്റെ മോൾക്ക് പനി പിടിച്ചിരിക്കുകയാണ്. നല്ല ശ്വാസം മുട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ് ആവി പിടിക്കണമെന്ന് പറഞ്ഞ് ആവി പിടിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അവൾക്ക് ആവി വലിയ താല്പര്യമില്ലാത്ത ഒന്നാണ്. എന്നാലും ഞാനത് നിർബന്ധിച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നല്ല ചുമയാവും. ചുമയായി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവൾ കലിപ്പിലിരിക്കുകയാണ്. അതൊന്നും ഞാൻ സാരമാക്കിയിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ വെറുതെ ഇരുന്ന് കുറേ നേരം ബോറടിച്ചപ്പോൾ ഞാനങ്ങ് വെളിയിലോട്ടൊക്കെ പോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അവിടെ. വീണ്ടും വന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ദേഷ്യഭാവമൊക്കെ ഉണ്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരാവി ഒരു 10 മിനിറ്റ് വരെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും നമുക്ക് രണ്ടാമത് ആവി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ വെളിയിലോട്ടൊക്കെ പോയി അങ്ങനെ കുറേ നേരമൊക്കെ നോക്കി നിന്നു. അവിടെയൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല. കാരണം രാത്രി 12:30 മണിയായി. 12:30 മണി ഞങ്ങൾ ലാസ്റ്റാണ് ചെന്നത്. അപ്പോഴും നമുക്ക് ലാസ്റ്റാണ് കിട്ടിയത്, ടോക്കൺ നമ്പർ കിട്ടിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്ന് ബോറടിച്ച് വിശപ്പും സഹിക്കാൻ വയ്യാതായി. എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് അവിടേക്ക് നോക്കിയപ്പോൾ അവിടെയൊക്കെ കടയെല്ലാം അടച്ചിരിക്കുക. സിസ്റ്റർമാരെല്ലാം പോസ്റ്റായിട്ടിരിക്കുക. അപ്പോൾ അവർക്കും വിശക്കുന്നുണ്ടായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഭാഗ്യത്തിന് അതെല്ലാം കഴിഞ്ഞ് തീർന്നു. ഇറങ്ങിയപ്പോൾ മരുന്ന് വാങ്ങാനായിട്ട് വന്നു. മെഡിസിൻ വാങ്ങാൻ എത്തിയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെയും പോസ്റ്റാണ്. ഒരു മാമ ഭയങ്കര കലിപ്പിലായിരുന്നു. കാരണം അവർക്ക് മരുന്ന് കൊടുത്തിട്ട് കുറേ നേരമായി. ഇതുവരെ എന്താ പറയുക, ആരും അവർക്ക് മരുന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെ അത് ദേഷ്യം വന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ താത്തായും മോനും കൂടി വന്നത്. അവനിക്ക് സുഖമില്ലാതെ വന്നതാണ്. എനിക്ക് പനിയായിട്ട് കിടക്കുക. അപ്പം ഫാമിലി മൊത്തം ഹോസ്പിറ്റലിലായി എന്ന് വേണം പറയാൻ. അടുത്ത് അവനിക്ക് നല്ല പനിയുണ്ട്. ഡോക്ടറിനെ അവനിക്ക് സുഖമില്ലാതെ വന്ന ഒരു അവൻ പഠിച്ചുകൊണ്ടിരിക്കണതാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് പനിയെന്ന് പറഞ്ഞു. അങ്ങനെ താത്ത വന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാനായിട്ട് പോയി. ലാസ്റ്റിൽ താത്ത ഒരു ബാഗും തന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരിയടി എന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ഞാൻ കട്ട പോസ്റ്റായിട്ട് അവർ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മരുന്ന് വാങ്ങാനായിട്ട് പോയി. മരുന്ന് വാങ്ങാൻ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ സിസ്റ്ററിനെ പിന്നെയും കാണാനില്ല. ഭാഗ്യത്തിന് കിട്ടിയതിന് ശേഷം വീണ്ടും വന്ന ഒരു 3-4 ഐറ്റംസ് മരുന്നുണ്ട്. എന്താ പറയുക, അങ്ങനെ നമ്മളവിടെ വെയിറ്റിങ്ങിലായി. അടുത്ത് വീണ്ടും വെയിറ്റിങ്ങിലാണ് മക്കളെ. പിന്നെ കുറേ നേരം കഴിഞ്ഞ് നാദിക്ക് വിശക്കണം എന്ന് പറഞ്ഞ് കലിപ്പായിട്ട് നാദി നിൽക്കുക. ലാസ്റ്റ് ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാൻ, നീ വിഷമിക്കേണ്ട കുറച്ച് ചേട്ടെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ താത്തായും അനിയനും വന്നു. താത്തായുടെ മോനും വന്നു. പിന്നെ നമ്മൾ അവനിക്ക് മരുന്ന് വാങ്ങാനായിട്ട് വീണ്ടും കലിപ്പ്. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം റെഡിയായി ഇറങ്ങി. മറിയ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത്. അപ്പം വീണ്ടും വരാം. ബൈ ബൈ, സി യു.